ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ലയും സംഘവും സുരക്ഷിതമായി ബഹിരാകാശത്തെത്തി. സംഘം സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം വ്യാഴാഴ്ച ഇന്ന് വൈകിട്ട് 4:31 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. നിലയത്തിൽ തുടരുന്ന സംഘം 2 ആഴ്ചയ്ക്ക് ശേഷം മടങ്ങും. ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഇന്ന് വൈകിട്ട് 4:31 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:01 ഫ്ലോറിഡയിലെ നാസ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ആക്സിയം 4ന്റെ വിക്ഷേപണം. പുലർച്ചെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി സംഘം വിക്ഷേപണത്തറയിലെ ഡ്രാഗൺ പേടകത്തിൽ കയറിയിരുന്നു. വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് ചെറിയ സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പെട്ടെന്ന് പരിഹരിക്കാനായി. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് പേടകവുമായി കുതിച്ചത്. വിക്ഷേപണത്തിന്റെ ആദ്യ മിനിറ്റിൽ റോക്കറ്റിന്റെ 1ാം ഘട്ടം വേർപെട്ട ഭൂമിയിൽ തിരിച്ചെത്തി. പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റിന്റെ ഭാഗമാണ് ഇത്. തുടർന്ന് 2ാം ഘട്ട ജ്വലനത്തിന്റെ കരുത്തിൽ പേടകം ബഹിരാകാശത്തേക്ക് നീങ്ങി. 9ാം മിനിറ്റിൽ റോക്കറ്റിൽ നിന്ന് ഡ്രാഗൺ വേർപെട്ടു. 257 കിലോമീറ്റർ ഉയരത്തിലെത്തിയ പേടകം ഭൂമിയെ വലം വെച്ചു തുടങ്ങി. ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്കും മറ്റുമായുള്ള 60 പരീക്ഷണങ്ങളിൽ സംഘമേർപ്പെടും. ഗഗൻയാൻ ദൌത്യം അടക്കമുള്ള പദ്ധതികൾക്കുള്ള പരിശീലനത്തിന്റെ ഭാഗമാണ് യാത്ര. 550 കോടി രൂപയാണ് ചെലവ്. നാസയുടെ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സനാണ് ദൌത്യ കമാൻഡർ. പെഗ്ഗിയുടെ 5ാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇത്. പോളണ്ടിൽ നിന്നുള്ള സാവോസ് വിസ്നിവ്സ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് മറ്റുള്ളവർ. ശുക്ലയെപ്പോലെ ഇരുവരുടെയും ആദ്യ ബഹിരാകാശ യാത്രയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.